ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് സൈക്കോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അധികം ചോദ്യങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ഒരുപാട് ദിവസങ്ങളൊക്കെ ആയിട്ട് സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ രാവിലെ നോക്കി വരുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിന്റെ മുന്നേ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ടോപ്പിക് വൈസ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളൊക്കെ നമുക്ക് അത്രയും പ്രധാനപ്പെട്ടതാണ്. അത്രയും പ്രധാനപ്പെട്ട സമയങ്ങളാണ് നമ്മൾ മുന്നിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഒരു സെഷനിൽ നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. പിന്നീട് അങ്ങോട്ട് എന്ത് ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ട് കിട്ടാവുന്ന മാക്സിമം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കവർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്ക് നമുക്ക് എന്താ പറ്റും? നമ്മൾ ആഗ്രഹിച്ച നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ആ ടോപ്പ് മാർക്കിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. ഏകദേശം 120ഓളം മാർക്കുകൾ ലക്ഷ്യം വെച്ച് പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ അതേപോലെ ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് തന്നെ ഇപ്പോൾ പഠിക്കുന്നുണ്ടാവും അല്ലേ? 120 തന്നെയായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവുക. അങ്ങനെ വിചാരിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള മാർക്ക് എത്രയാണോ അത് കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ പെട്ടെന്ന് കുറച്ചധികം സ്പീഡിൽ നമുക്ക് ചെയ്തു നോക്കാം. കാരണം നമുക്ക് സമയം ഒരു വലിയൊരു ഫാക്ടറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ടൈം കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 150 ക്വസ്റ്റ്യൻസ് ടോട്ടൽ ഉണ്ട്, 150 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ നമുക്കതെല്ലാം കണ്ടുപോകാനായിട്ട് പറ്റില്ല. സോ നല്ല സ്പീഡിൽ വായിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയുടെ ശാരീരിക വയസ്സും മാനസിക വയസ്സും തുല്യമാണ്. കുട്ടിയുടെ IQ-വിനെ സംബന്ധിച്ച് എന്ത് നിഗമനത്തിൽ എത്താൻ സാധിക്കും എന്നാണ് പറഞ്ഞത്. The mental age and the chronological age of a student are same. What can be inferred student are same. What can be inferred from this with regard to the IQ of the student? അതായത് ഒരു കുട്ടിയുടെ മെന്റൽ ഏജ് അതുപോലെ ക്രോണോളജിക്കൽ ഏജ്, രണ്ട് ഏജുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. മാനസിക വയസ്സും കാലിക വയസ്സും രണ്ടും തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ IQ ആയി ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അപ്പൊ അങ്ങനെയൊക്കെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഒറ്റയടിക്ക് അങ്ങ് മനസ്സിലാക്കി വെക്കുക. വളരെ എളുപ്പത്തിൽ ഇതിന് ആൻസറിലേക്ക് നമുക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. എന്നിരുന്നാൽ പോലും നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഏതൊരാളുടെയും മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജ് അല്ലെങ്കിൽ മാനസിക വയസ്സും കാലിക വയസ്സും തുല്യമാണെങ്കിൽ IQ എന്ന് പറയുന്നത് 100 ആയിരിക്കും. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അതെങ്ങനെ കിട്ടും ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾ ആദ്യം അങ്ങനെ മനസ്സിലാക്കുക. രണ്ട് മാനസിക വയസ്സും കാലിക വയസ്സും ഉള്ളത് അത് രണ്ടും തുല്യമാണെങ്കിൽ, അതായത് മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും ഒരാളുടെ തുല്യമാണെങ്കിൽ അവരുടെ എന്തായിരിക്കും? അവരുടെ IQ ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 ആയിരിക്കും, 100 ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എങ്ങനെ കിട്ടിയെന്ന് നോക്കാം നമുക്കിതാ. IQ കാണാനുള്ള ഫോർമുല നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം IQ എന്ന് പറഞ്ഞാൽ എന്താണ്? IQ കാണണമെങ്കിൽ നമുക്കറിയാം മെന്റൽ ഏജിനെ ക്രോണോളജിക്കൽ ഏജ് കൊണ്ട് ഹരിച്ചിട്ട് കിട്ടിയ ആൻസറിനെ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. മെന്റൽ ഏജ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം മാനസിക വയസ്സാണ്. ഇതാ മാനസിക വയസ്സ് എന്നാണ്, മാനസിക വയസ്സ് എന്നാണ് പറയുക. ഇതാണ് മെന്റൽ ഏജ്, മാനസിക വയസ്സ്. കാലിക വയസ്സ് അഥവാ ശാരീരിക വയസ്സ് എന്ന് പറയുന്ന സാധനമാണ് ക്രോണോളജിക്കൽ ഏജ്. അത് ശാരീരിക വയസ്സ് എന്ന് കാണും, കൂടുതൽ ചോദ്യങ്ങളിലും കാലിക വയസ്സ് എന്നാണ് ഉണ്ടാവുക. അപ്പൊ രണ്ടും സെയിം തന്നെയാണ് ക്രോണോളജിക്കൽ ഏജ്. അപ്പൊ രണ്ടും കിട്ടി. അത് രണ്ടും തുല്യമാണെന്നാണ് നമ്മൾ പറഞ്ഞത്. രണ്ടും തുല്യമാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു എക്സാമ്പിൾ എടുത്ത് കൊടുത്തു നോക്ക്. ഒരു കുട്ടിയുടെ മെന്റൽ ഏജും കാലിക വയസ്സ് ക്രോണോളജിക്കൽ ഏജും തുല്യമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? രണ്ടിനും നിങ്ങൾ ഏകദേശം ഒരുപോലെയുള്ള അളവ് കൊടുക്കുക. ഇപ്പൊ മെന്റൽ ഏജ് 10 ആണെങ്കിൽ തൊട്ടടുത്ത കാലികവും 10 ആണ്, ക്രോണോളജിക്കൽ ഏജും 10 ആണ്. അതിനെ 100 കൊണ്ട് ഗുണിക്കുന്നു. 10/10 വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 ആണ് അല്ലേ? ഏത് സംഖ്യയും മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ സെയിം 1 ആണ് വരിക. അപ്പൊ ആൻസർ 1 ഗുണിക്കണം 100 എന്ന് വെച്ചാൽ 100 ആണ് വരിക. ഇനി 10ന് പകരം നിങ്ങൾ 20 വീതം കൊടുത്താൽ, രണ്ടും തുല്യമായതുകൊണ്ട് എന്ത് കൊടുത്താലും ഇത് 1 ആണ് വരിക. അപ്പൊ ആൻസർ 100 വരും. ഇനി നിങ്ങൾ അങ്ങനെയെല്ലാം കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് ജനറൽ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം. നോക്കിയേ, ജനറൽ ആയിട്ട് കൊടുക്കാം എന്ന് ഞാൻ പറയാൻ കാരണം മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും സെയിം എന്നാണ് പറഞ്ഞത്. അതായത് ഇവർ രണ്ടാളും സെയിം ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? MA അതുപോലെ കൊടുക്കുക, ക്രോണോളജിക്ക് പകരം MA തന്നെ കൊടുക്കുക. രണ്ട് സെയിം ആണല്ലോ. അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടും കൂടി ഹരിച്ചാൽ 1 ആണ് കിട്ടുക. അപ്പൊ നമ്മുടെ ആൻസർ 100 ആണ് വരിക എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഇവിടെ നിന്നും വരാൻ സാധ്യതയുള്ള മറ്റൊരു ടൈപ്പ് ചോദ്യങ്ങൾ കാണിച്ചു തരാം. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് സിമ്പിൾ ആണല്ലോ. അപ്പൊ നിങ്ങൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടുന്ന് വരാനുള്ള രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ വരും. ഓക്കെ, രണ്ട് ടൈപ്പിലും കൂടി ചോദിച്ചേക്കാം. ഒന്നാമത്തെ ടൈപ്പ് കണ്ടോ. അതായത് നിങ്ങൾക്ക് മെന്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും അളവൊന്നും തരാതെ, കൃത്യമായിട്ടൊന്നും തരാതെ നിങ്ങളോട് ചോദിച്ചാൽ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. നോക്കുക. വരുന്നത് ഇങ്ങനെയാണ്. നിങ്ങളോട് പറയും ഒരു കുട്ടിയുടെ മാനസിക വയസ്സിനേക്കാൾ കൂടുതലാണ് കാലിക വയസ്സെങ്കിൽ അവരുടെ IQ അല്ലെങ്കിൽ IQ-വിനെ സംബന്ധിച്ച് എന്താണ് ശരിയായത്? ചുവടെ തന്നിരിക്കുന്നത് ശരിയായത് ഏതെന്നൊക്കെ ചോദിക്കും. അതായത് മാനസിക വയസ്സിനേക്കാൾ കൂടുതലാണ് കാലിക വയസ്സ്, ഓക്കെ, മെന്റൽ ഏജിനേക്കാൾ കൂടുതലാണ് ക്രോണോളജിക്കൽ ഏജ് എങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക എന്താ ചെയ്യേണ്ടത്? മെന്റൽ ഏജിനേക്കാൾ കൂടുതലാണ് ക്രോണോളജിക്കൽ ഏജ് എന്ന് വെച്ചാൽ ക്രോണോളജിക്കൽ ഏജ് ഗ്രേറ്റർ ദാൻ മെന്റൽ ഏജ്. അതായത് ഇതാണ് വലുത്, ക്രോണോളജി ആണ് വലുത് അല്ലെ? അപ്പോഴും നിങ്ങൾ ഒന്നും നോക്കണ്ട, നമ്മുടെ ഫോർമുല മനസ്സിലാക്കി എടുക്കുക. മെന്റൽ ഏജ് ബൈ ക്രോണോളജിക്കൽ ഏജിനെ 100 കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് ബുദ്ധി അഥവാ IQ കിട്ടുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ പറഞ്ഞത് മെന്റൽ ഏജിനേക്കാൾ കൂടുതലാണ് ക്രോണോളജിക്കൽ ഏജ് അല്ലെ? അപ്പൊ മേലെയുള്ളത് ചെറുതും താഴെയുള്ളത് വലുതുമാണ്. അതിന് ഏറ്റവും ഒരു ഉദാഹരണം നിങ്ങൾ എന്ത് ചെയ്യുക? വെറുതെ ഒരു ഉദാഹരണം കൊടുക്കുക. അതായത് നമുക്ക് എന്ത് ചെയ്യാം? മെന്റൽ ഏജ് ഞാനൊരു 10 കൊടുക്കാം, ക്രോണോളജിക്കൽ ഏജ് ഞാനൊരു 20 കൊടുക്കാം. എന്നിട്ട് അതിനെ 100 കൊണ്ട് ഗുണിക്കാം. ഇതാ വെറുതെ ഒരു എക്സാമ്പിൾ. അതായത് ഇതാ മെന്റൽ ഏജ് ആയിട്ടുള്ള 10നേക്കാൾ കൂടുതൽ തന്നെയാണ് ക്രോണോളജിക്കൽ ഏജ് ആയിട്ടുള്ള 20. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അല്ലെ?
അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്ത് എന്ത് കിട്ടും? 0 0 പോയി 1/2 ആണ്. അര ഗുണിക്കണം 100 എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടുന്ന് 50 കിട്ടും. 50 ആണ് ആൻസർ. അതായത് മെന്റൽ ഏജിനേക്കാൾ കൂടുതലാണ് ക്രോണോളജിക്കൽ ഏജ് എങ്കിൽ, അടുത്ത പോയിന്റ് ആണ്, അതായത് മാനസിക വയസ്സിനേക്കാൾ കൂടുതലാണ് ശാരീരിക വയസ്സ് അല്ലെങ്കിൽ കാലിക വയസ്സ് എങ്കിൽ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് 100നേക്കാൾ കുറവായിരിക്കും. അതാണ് 50 കിട്ടിയത്. അതെന്തോ ആവും, നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ബുദ്ധി എന്ന് പറയുന്നത് 100നേക്കാൾ കുറവായിരിക്കും. അത് ജനറൽ ആയിട്ട് വേണമെങ്കിൽ പഠിച്ചു വെച്ചോ. മെന്റൽ ഏജിൽ കാലിക വയസ്സ് അഥവാ നമ്മുടെ ശാരീരിക വയസ്സാണ് കൂടുതലെങ്കിൽ ബുദ്ധി എന്തായിരിക്കും? 100നേക്കാൾ കുറവായിരിക്കും. ഇനി നേരെ തിരിച്ചിട്ടാണെങ്കിലോ, മെന്റൽ ഏജ് കാലിക വയസ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ, മാനസിക വയസ്സാണ് കൂടുതലെങ്കിൽ, ഇത് അടുത്ത എക്സാമ്പിൾ നോക്കാം നമുക്ക്. മാനസിക വയസ്സാണ് കൂടുതലെങ്കിൽ ഞാൻ നേരെ തിരിച്ചതാ, മാനസിക വയസ്സിന് ഒരു 30 എന്ന് കൊടുക്കാം, ശാരീരിക വയസ്സിന് ഞാൻ ഒരു 10 കൊടുക്കാം. മാനസിക വയസ്സ് മുകളിലുള്ളത് കൂടുതലാണ്, താഴെയുള്ള കാലിക വയസ്സ് കുറവാണ്. ഓക്കെ, ഇൻറ്റു 100. അപ്പൊ നമുക്ക് എന്ത് കിട്ടുക? ഇത് 0 0 വെട്ടിയാൽ ബാക്കി നമുക്ക് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവിടുന്ന് ഈ 2 0 വെട്ടിയാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ചെയ്ത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ 30ന്റെയും 10ന്റെയും ഓരോ 0 വീതം വെട്ടിക്കളയുക. അപ്പൊ 3/1 എന്ന് വെച്ച് വരും. എന്ന് വെച്ചാൽ 3 തന്നെയാണ്. 3നെ നിങ്ങൾ 100 കൊണ്ട് ഗുണിച്ചാൽ ആൻസർ വരുന്നത് 300 ആണ് വരിക. അല്ലെങ്കിൽ 30നെ 100 കൊണ്ട് ഗുണിക്കുക, 3000 കിട്ടും. അതിനെ 10 കൊണ്ട് ഹരിച്ചാലും മതി, അപ്പോഴും 300 തന്നെയാണ് കിട്ടുക. അതായത് മെന്റൽ ഏജ് ആണ് കൂടുതലെങ്കിൽ, ക്രോണോളജിക്കൽ ഏജിനേക്കാൾ കൂടുതലാണ് മെന്റൽ ഏജ് എങ്കിൽ നമ്മുടെ IQ എന്ന് പറയുന്നത് 100നേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ പറഞ്ഞു വെച്ചിത്രേ ഉള്ളൂ. മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ, ഓക്കെ, മാനസിക വയസ്സ് കാലിക വയസ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? IQ അഥവാ ബുദ്ധി എന്ന് പറയുന്നത് 100നേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ ഇനി അങ്ങനെയൊന്നും നോക്കണ്ട, ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കുക. മുകളിലുള്ളത്, ഈ ഫോർമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട തന്നെയാണ്. മേലെയുള്ളത്, ഇവിടെ മുകളിലുള്ള സാധനം കൂടുതലാണെങ്കിൽ, മുകളിലുള്ളത് കൂടുതലാണെങ്കിൽ IQ 100നേക്കാൾ കൂടും. ഓക്കെ, മുകളിലുള്ളത് കുറവാണെങ്കിൽ IQ 100നേക്കാൾ കുറയും. IQ 100നേക്കാൾ കുറയും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് മനസ്സിലാക്കി വെച്ചാൽ അതൊക്കെ ചോദ്യം തിരിച്ചു മറിച്ചൊക്കെ വരാറുണ്ട്. അടുത്തത്, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ശാരീരിക വയസ്സ് രണ്ടും തുല്യമാണെങ്കിൽ പിന്നെ നമ്മൾ അധികം നോക്കേണ്ട, ആൻസർ ഓപ്ഷൻ C ആണ്. 100 ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, യഥാർത്ഥത്തിൽ ഇതിനെ ഒരു പ്രത്യേക അവസ്ഥയായി കരുതാൻ പറ്റില്ല, എന്നാൽ ക്രമാതീതമായ അസ്വസ്ഥതയും കുറഞ്ഞ ശ്രദ്ധയും അടങ്ങിയ ഒരു സ്വഭാവ രൂപമാണിത്. ഇത് സൂചിപ്പിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. Actually, it is not one particular condition. It's a set of behavior such as excessive restlessness and short attention span. It refers to. എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും അറിയാം, നിങ്ങൾ ഒരുപാട് തവണ പഠിച്ചതാണ്, കേട്ടതാണ്. ഓട്ടിസം, ADHD, സെറിബ്രൽ പൾസി, അതുപോലെ തന്നെ ബുദ്ധി പരിമിതി, ഓക്കെ, അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ. ഏതാ വരുക? അറ്റൻഷൻ ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ കണ്ണും പൂട്ടി ആൻസർ പറയാം, അത് ADHD ആണ്. ADHD ആണ്. ഓക്കെ, ADHDയുടെ ഒരു ഫോം ആണ്, അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും അതൊരു രോഗാവസ്ഥ എന്നല്ല, ഒരു പ്രത്യേക അവസ്ഥ എന്നല്ല. പക്ഷെ എന്താണ്, നമുക്ക് അസ്വസ്ഥതയും ഒരു ശ്രദ്ധ കിട്ടൂല. ലൈഫ് സ്പാൻ, നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത് ഷോർട്ട് ആയിരിക്കും, ഷോർട്ട് ടൈം ആയിരിക്കും. ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും ഒരു കുട്ടി, ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഇരുത്താൻ പറ്റില്ല. ഓക്കെ, ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറഞ്ഞാൽ അവിടുന്ന് പഠിച്ച് അങ്ങോട്ട് പോകും, പിന്നെ മാറി ചാടി കളിക്കുന്നുണ്ട്, വീണ്ടും ഒരു സ്ഥലത്ത് പഠിച്ചിരുത്തിയാൽ പിന്നെ നോക്കുമ്പോഴേക്കും അവിടെ ഉണ്ടാവില്ല. ഓക്കെ, ADHD ആണ്. ഒരു തവണ ചോദിച്ചത് ഇങ്ങനെയാണ്, ഈ ADHDയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചുവടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ ADHDയുടെ ഫുൾ ഫോം ഏതെന്ന് ചോദിച്ചു. ഓക്കെ, രണ്ട് രീതിയിൽ ചോദിക്കും. അപ്പൊ ആൻസർ എന്താ വരിക? ഇത്ര മാത്രമേ ഉള്ളൂ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്നാണ് പറയുക. ഓക്കെ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, അതാണ് ADHD. അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? സോറി, തണുപ്പ്. ഓക്കെ, which of the following is not directly related with creativity? സർഗാത്മകതയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ഓക്കെ, സർഗാത്മകതയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തത് ഏതെന്നാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഇതിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചുള്ള ചോദ്യങ്ങൾ ചെയ്തതാണ്. ഓക്കെ, വാചാലത, അയവുള്ള പ്രകൃതം, മൗലികത, അല്ലെങ്കിൽ ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. നെക്സ്റ്റ്, വ്യതിരിക്ത ചിന്ത അല്ലെങ്കിൽ ഡൈവേർജന്റ് തിങ്കിങ്. നെക്സ്റ്റ്, ഏകമുഖ ചിന്ത, കൺവേർജന്റ് തിങ്കിങ്. അതുപോലെ തന്നെ ആശയസ്പഷ്ടത, പുതുമ, നവീനം, അല്ലെങ്കിൽ ആർട്ടിക്കുലേറ്റിംഗ് ഐഡിയാസ്, നോവൽറ്റി ആൻഡ് ഇന്നോവേഷൻ. ഇതൊക്കെ റിപ്പീറ്റ് ആണ്, ക്വസ്റ്റ്യൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നവയിൽ എന്താണ് സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത ഏതാണ് ചോദിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻസർ വരുന്നത് എന്താണ്? ഫ്ലുവൻസി, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഒറിജിനാലിറ്റി. ഇത് ക്രിയേറ്റിവിറ്റിയുടെ ഫീച്ചേഴ്സ് ആണ്, അത് കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ഡൈവേർജന്റ് തിങ്കിങ്, ഓഫ് കോഴ്സ് അതും തന്നെയാണ്, ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. ഡൈവേർജന്റ് അല്ലെ, നമ്മളിങ്ങനെ പല വഴി മാറി ചിന്തിക്കുന്നു, അതൊക്കെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നു നമ്മുടെ ചിന്തയെ, അതൊക്കെ ക്രിയേറ്റിവിറ്റിക്ക് അത്യന്താപേക്ഷിതമാണ്. നെക്സ്റ്റ്, ആർട്ടിക്കുലേറ്റിംഗ് ഐഡിയാസ്, നോവൽറ്റി ആൻഡ് ഇന്നോവേഷൻ, അതും കറക്റ്റ് ആണ്. എന്നാൽ കൺവേർജന്റ് തിങ്കിങ് എന്തല്ല, ഈ പറയുന്ന ഏകമുഖ ചിന്ത എന്ന് വെച്ചാൽ ഏകമുഖം, ഒരു സ്ഥലത്തേക്ക് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു അല്ലെ. നമ്മുടെ ചിന്ത മറ്റെങ്ങോട്ടും പോകുന്നില്ല, ഒന്നിലേക്ക് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഒന്നിലേക്ക് മാത്രം ചെയ്യുമ്പോൾ നമുക്ക് പല വഴിയിലെ ഐഡിയകളോ അല്ല നൂതനമായിട്ട് ആശയങ്ങളെ കുറിച്ച് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പൊ എന്തല്ല, ഈ കൺവേർജന്റ് തിങ്കിങ് എന്തല്ല, നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ പ്രത്യേകത അല്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം.
ശ്രമപരാജയ സിദ്ധാന്തത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എന്താണ്? ഇൻ ട്രയൽ ആൻഡ് എറർ തിയറി ഓപ്ഷൻ നോക്കിയേ, പഠനം ആകസ്മികമായി സംഭവിക്കുന്നത് അല്ലെങ്കിൽ ലേണിംഗ് ഈസ് ഒക്കേർഡ് ബൈ ചാൻസ്. നെക്സ്റ്റ്, ധാരാളം പ്രതികരണങ്ങളിൽ നിന്ന് ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്ക് ഒടുവിൽ ശരിയായ പ്രതികരണം തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ റൈറ്റ് റെസ്പോൺസ് ആർ സെലക്ടഡ് ഫ്രം എമംഗ് സോ മെനി റെസ്പോൺസസ് ആഫ്റ്റർ റിലേറ്റഡ് ട്രയൽസ്. ഓപ്ഷൻ സി, വ്യക്തി വിജയത്തിലെത്തുന്നത് സാവധാനമാണ് അല്ലെങ്കിൽ ദ ഓർഗാനിസം റീച്ചസ് ദ പോയിന്റ് ഓഫ് സക്സസ് സ്ലോലി. വ്യക്തി ഓർ ജീവി എന്തോ ആവട്ടെ. നെക്സ്റ്റ്, മുകളിൽ പറഞ്ഞവയെല്ലാം അല്ലെങ്കിൽ ഓൾ ദി എബോ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചോദിച്ച കാര്യം ഇത്രയേ ഉള്ളൂ, ശ്രമപരാജയ സിദ്ധാന്തത്തിൽ നിന്ന് അറിയാൻ കഴിയുന്നത് എന്താണ്? ഇൻ ട്രയൽ ആൻഡ് എറർ തിയറി നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുമോ? ആൻസർ എന്താ വരിക? പഠനം ആകസ്മികമായി സംഭവിക്കുന്നതാണ് നമുക്ക് മനസ്സിലായി, അത് കറക്റ്റ് ആണ് അല്ലെ? ട്രയൽ ആൻഡ് എറർ തിയറിയിൽ അത് കറക്റ്റ് ആണ്. അത് പ്രകാരം ധാരാളം പ്രതികരണങ്ങളിൽ നിന്നാണ് ആവർത്തിച്ചുള്ള ശ്രമങ്ങൾക്ക് ഒടുവിൽ ശരിയായ ഒരു പ്രതികരണം തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, നമ്മളിങ്ങനെ ബെല്ലടിക്കുന്നു, മണിമുട്ടുന്നു, ബെല്ലടിക്കുന്നു, അല്ല സോറി ബെല്ലടിക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, അങ്ങനെ ആവർത്തിച്ച് നമ്മൾ കണ്ടീഷൻ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ കറക്റ്റ് തന്നെയാണ്. അതായത് വിജയത്തിലെത്തുന്ന വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവി വിജയത്തിലെത്തുന്ന സാവധാനമാണ്. ട്രയൽ ആൻഡ് എറർ എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടാണ് നമ്മൾ എന്ത് സാവധാനമാണ് എത്തുക. ഓക്കെ, അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓൾ ദി എബോ ആണ്. ഓക്കെ, നെക്സ്റ്റ്, സ്കീമ എന്നറിയപ്പെടുന്ന നിലവിലുള്ള വൈജ്ഞാനിക ഘടനയിലേക്ക് പുതിയ അറിവുകളെയും അനുഭവങ്ങളെയും കൂട്ടിച്ചേർത്തുകൊണ്ടും നിലവിലുള്ള വൈജ്ഞാനിക ഘടകത്തിന്റെ പരിവർത്തനം കൊണ്ടുമാണ് അറിവ് രൂപീകരിക്കപ്പെടുന്നത്. ഇത് ആരുടെ വാക്കുകളാണ്? ത്രൂ അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് ആരുടെ വാക്കാണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കേണ്ട. അസിമിലേഷൻ, അക്കോമഡേഷൻ അല്ലെങ്കിൽ സ്കീമ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലേക്ക് എത്താൻ പറ്റും. ആരാണ്? ജെറോം എസ് ബ്രൂണർ, പിയാഷെ, സ്കിന്നർ, വൈഗോസ്കി. ആരാ വരുക? വളരെ എളുപ്പത്തിൽ വരും, നിങ്ങൾക്ക് തന്നെ ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ്, പിയാഷെ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. പിയാഷെ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതിലൊന്നും പിന്നെ മറ്റൊരു സംശയത്തിനും ആവശ്യമില്ല. നെക്സ്റ്റ്, ക്ലാസ്സിൽ ഫെമിന ടീച്ചർ ചോദ്യം ചോദിക്കുന്നതെല്ലാം ആൺകുട്ടികളോട് മാത്രമാണ്. ഇത് വ്യക്തമായും എന്തിന് ഉദാഹരണമാണ്? While engaging the class, Femina teacher asks questions only to the boys in the class. This is an incident of dash. നമ്മൾ വിചാരിക്കും സന്തോഷം അല്ലേ, ബോയ്സിനോട് മാത്രം ക്വസ്റ്റ്യൻ ചോദിക്കണം, ഓക്കെ നമ്മുടെ ഭാഗ്യം എന്ന് വിചാരിക്കും. പക്ഷേ ബോയ്സിനോട് മാത്രമാണ് ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന, പിന്നെ ഗേൾസിനോട് ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ എന്താണ്? ഇതൊരു ലിംഗ സമത്വമാണ്, ഓർ ജെൻഡർ ഇക്വിറ്റി, ലിംഗ തുല്യത ഓർ ജെൻഡർ ഇക്വാലിറ്റി, ലിംഗ വിവേചനം ജെൻഡർ ബയാസ്, അതുപോലെ തന്നെ ലിംഗനീതി ജെൻഡർ ജസ്റ്റിസ്. ഏതാ വരുക? ലിംഗവിവേചനത്തിന്റെ കറക്റ്റ് വേർഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ജെൻഡർ ബയാസ് മീൻസ് ലിംഗ വേർതിരിവ് എന്നാണ് ഉദ്ദേശിക്കുക. എന്തായാലും ഇവിടെ രണ്ടും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏതാ വരുക? ഒരാൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, മറ്റൊരാളെ പരിഗണിക്കുന്നില്ല. ആൻസർ ഇവിടെ വരുന്നത് എന്താണ്? ലിംഗ വിവേചനമാണ്. ഇംഗ്ലീഷിൽ ജെൻഡർ ബയാസ് ആണ് വരിക. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ. ഓക്കെ, അടുത്തത്, ഒരു ബുദ്ധിശോധനം ഉപയോഗിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് കണ്ടെത്താൻ സാധിക്കും? ബുദ്ധിശോധകം എന്ന് വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കണം, IQ ആണ്, ഇന്റലിജൻസ് ടെസ്റ്റ് ആണ്. Which of the following can be found by using an intelligence test? നോക്കാം. കുട്ടിയുടെ മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ലേണർ, കുട്ടിയുടെ പ്രശ്ന നിർദ്ധാരണ ശേഷി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഓഫ് ദ ലേണർ, കുട്ടിയുടെ അഭിഭാവം അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ഓഫ് ദ ലേണർ, ആൻഡ് ഓപ്ഷൻ ഡി കുട്ടിയുടെ താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് ദ ലേണർ. അപ്പൊ ഇവിടെ IQ ടെസ്റ്റ് കൊണ്ട് നമുക്ക് എന്താ കണ്ടെത്താൻ പറ്റുക? ഡയറക്റ്റ് ഇവിടെ എല്ലാം നിങ്ങൾക്ക് തോന്നും, പക്ഷെ ശ്രദ്ധിക്കണം, ഇന്റലിജൻസ് ടെസ്റ്റ് ആണ് കേട്ടോ. ഇന്റലിജൻസ് ടെസ്റ്റ് ഉപയോഗിച്ച് കണ്ടെത്താൻ പറ്റുന്ന എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ പിന്നെ സംശയമൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ കുട്ടിയുടെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഓഫ് ദ ലേണർ ആണ് ഇവിടെ വരിക. കുട്ടിയുടെ പ്രശ്ന നിർദ്ധാരണ ശേഷി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരിക. കാരണം മറ്റൊന്നുമല്ല, അതാണ് നമുക്ക് ഇവിടെ ഇന്റലിജൻസ് അല്ലെ, ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഓക്കെ, പ്രശ്ന നിർദ്ധാരണ ശേഷി. ബാക്കിയൊക്കെ നിങ്ങൾ ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞതിന് പ്രത്യേകം കാര്യങ്ങളുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, കുട്ടിയുടെ വികാരങ്ങളുമായി ബന്ധപ്പെട്ട വർത്തന വ്യതിയാനങ്ങളുടെ പഠനത്തിന്റെ ഏത് മണ്ഡലവുമായി ബന്ധപ്പെട്ടതാണ്? The feeling aspect related to the behavioral change falls in dash domain of learning. ഓക്കെ, ഇത് നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ അങ്ങനെ വരുന്നത് കുറവാണ്, കാറ്റഗറി 3-ലൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫീലിംഗ് ആണ്, ഫീലിംഗ്സുമായി ബന്ധപ്പെട്ടാണ്, വികാരങ്ങളുമായി ബന്ധപ്പെട്ട ഡൊമൈൻ എന്ന് പറയുന്നത്. ഇതാ മലയാളത്തിൽ ഉണ്ട് വൈകാരിക മണ്ഡലം എന്നാണ് പറയുക, വികാരങ്ങളുമായി ബന്ധപ്പെട്ട ഡൊമൈൻ. ആ പേര് തന്നെ ഉണ്ട്, നമുക്കിത് അറിയില്ലെങ്കിലും മനസ്സിലേക്ക് എത്താൻ പറ്റും. വൈകാരിക മണ്ഡലമാണ് എന്ന് വെച്ചാൽ അഫക്റ്റീവ് ഡൊമൈനിലാണ് ഇത് വരിക. ഓക്കെ, അഫക്റ്റീവ് ഡൊമൈനിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ബ്ലൂംസിന്റെ ടാക്സോണമി പറയുമ്പോൾ പെട്ടെന്ന് തീരില്ല, കുറച്ചധികം പറയാനുണ്ട്. ബ്ലൂംസ് ടാക്സോണമി ഉണ്ട്, റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ഉണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, നമുക്ക് നോക്കാം, സമയത്തിനനുസരിച്ച് പരമാവധി ചെയ്യാൻ നോക്കാം. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അന്ന ശിക്ഷ കിട്ടുമെന്ന് ഭയന്ന് ടീച്ചറെ അനുസരിക്കുന്നു. കോൾബർഗിന്റെ സാൻമാർഗിക വികാസനവുമായി അന്ന ഏത് ഘട്ടത്തിലാണ്? അന്ന obeys the teacher in the fear of getting punishment. Based on Kohlberg's level of moral development, she is in the dash level. Options: യഥാസ്ഥിതിക സദാചാര ഘട്ടം അല്ലെങ്കിൽ കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ,
പ്രാഗ് യഥാസ്ഥിതിക സദാചാര ഘട്ടം പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ, യഥാസ്ഥിതിക ആനന്തര സദാചാര ഘട്ടം പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ, അതുപോലെ തന്നെ നല്ല കുട്ടി സദാചാര ഘട്ടം ഗുഡ് ചൈൽഡ് മൊറാലിറ്റി ലെവൽ. ശിക്ഷയെ ഭയന്ന് അനുസരിക്കുന്നു വെച്ചാൽ നിങ്ങൾക്കറിയാം അവിടെ ഓരോ സ്റ്റേജേ വരാനുള്ളൂ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കിട്ടും ആൻസർ ചെയ്ത് വരിക. ഇതൊക്കെ ഒരുപാട് തവണ വന്നെയാണ് നമ്മൾ തന്നെ ചർച്ച ചെയ്തത്. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ലെവലാണ്, പ്രാഗ് യഥാസ്ഥിതി സദാചാര ഘട്ടമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒക്കെ ഡയറക്റ്റ് ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞത്. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വികാസ തത്വം അല്ലാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്? വികാസ തത്വം അല്ലാത്തത്. വികാസം മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. ഡെവലപ്മെന്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്. വികാസ പരിപക്വത്തിന്റെയും പഠനത്തിന്റെയും ഫലമാണ്, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. വികാസ ക്രമം പ്രവചിക്കാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പാറ്റേൺ ഈസ് അൺപ്രഡിക്റ്റബിൾ. അതിന്റെ ഓപ്ഷൻ ഡി. വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ there are individual difference in development. അപ്പൊ ഇതിൽ വികാസവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത തത്വമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? വികാസ തത്വം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഏതാ വരുക? വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ് അല്ലെ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. നെക്സ്റ്റ്, വികാസം പരിപക്വത്തിന്റെ പഠനത്തിന്റെ ഫലമാണ്, ശരിയാണ്. വികാസ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു, തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, വികാസ ക്രമം പ്രവചിക്കാൻ പറ്റുന്നതല്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഡെവലപ്മെന്റ് പാറ്റേൺ ഇസ് അൺപ്രഡിക്റ്റബിൾ എന്ന് പറയാൻ കഴിയില്ല, പ്രഡിക്റ്റബിൾ ആണ്. അതിന്റെ ക്രമം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതിൽ നിങ്ങൾ ഐക്യവുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കി നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻസ് വരും, തിരിച്ചും മറിച്ചും വന്നാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ ഫോർമാലി നിങ്ങൾ മനസ്സിലുണ്ടാവണം. ഇത്രയും കാര്യങ്ങളാണ്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു സെഷനിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, വരും സമയങ്ങളൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. ഓക്കെ, മറന്നു പോകുന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലും നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. പിന്നെ ആർക്കെങ്കിലും നമ്മുടെ PDF ക്വസ്റ്റ്യൻ മെറ്റീരിയൽ വായിച്ച് പഠിക്കാനായിട്ട് ഇനി ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനി വായിച്ച് പഠിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം 10 ദിവസമാണ് നമ്മുടെ മുന്നിൽ പരമാവധി ഉള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നെക്സ്റ്റ് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.